സോ നെക്സ്റ്റ് ഇനി പഠിക്കാൻ പോകുന്നത് അറേ വെച്ചിട്ടുള്ള പ്രോഗ്രാമാണ്. സോ ഇവിടെ പറഞ്ഞിരിക്കുന്ന പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ എന്താണ്, സിക്കോഡിലും സിഗ്ബാർ എക്സിയിലും ഒരു 20 ബൈറ്റ്സ് സ്ട്രിങ്ങിലുള്ള അറേയിലുള്ള എലമെൻസിനെ ഫുൾ നമ്മൾ എന്താക്കി മാറ്റണം, ബ്ലാങ്ക് ആക്കി മാറ്റണം. ഓക്കെ, ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു സ്ട്രിങ് ഉണ്ട്. ആ സ്ട്രിങ്ങിനകത്ത് കുറേ ക്യാരക്ടേഴ്സ് ഉണ്ടെന്ന് വിചാരിച്ചു. സോ ഇപ്പോൾ നമ്മൾ ഇനിഷ്യലി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് കുറേ ഗാർബേജ് വാല്യൂസ് ഉണ്ടാകത്തില്ലേ. അപ്പോൾ ആ വാല്യൂസിനെ എല്ലാം ക്ലിയർ ചെയ്ത് നമ്മൾ അറേ നമ്മൾ എംറ്റി ആക്കി സൂക്ഷിക്കണം. ഓക്കെ, അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് അറേ എന്ന് പറയുമ്പോഴേക്കും അതിൽ ഉറപ്പായിട്ടും എന്തുണ്ടാവും, ഒരു ഇൻഡെക്സ് ഉണ്ടായിരിക്കും. ഓക്കെ, ആ ഇൻഡെക്സിന് വേണ്ടി ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന രജിസ്റ്ററാണ് എക്സ് എന്ന് പറയുന്നത്, ഇൻഡെക്സ് രജിസ്റ്റർ. ഓക്കെ, അപ്പോൾ ഇൻഡെക്സ് എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്ന ഇവിടെ നിന്നായിരിക്കും, 0th ലൊക്കേഷൻ എന്നായിരിക്കും. സോ ഇവിടെ പറഞ്ഞേക്കുന്ന അറേയുടെ സൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്, 20 ബൈറ്റ്സ് എന്നാണ്. സോ അറേയുടെ ഇൻഡെക്സ് എവിടം വരെ, ലാസ്റ്റ് എവിടം വരെ പോകും, 19 വരെ പോകും അല്ലേ. 0 മുതൽ 19 വരെയുള്ള 20 ഇൻഡെക്സസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ അറേക്ക് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിനി എന്താ ചെയ്യേണ്ടത്, ഈ അറേയിലേക്ക് ഓരോ തവണ നമ്മൾ എന്ത് ചെയ്യണം, ഓരോ ഇൻഡെക്സുകൾ അപ്ഡേറ്റ് ചെയ്യുമ്പോഴും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ആ കറസ്പോണ്ടിങ് ആയിട്ടുള്ള അറേ പൊസിഷനിൽ നമ്മൾ എന്ത് ചെയ്യണം, വാല്യൂ 0 അല്ലെങ്കിൽ ക്ലിയർ ചെയ്ത് വെക്കണം. ഇപ്പോൾ ക്ലിയർ എന്ന് പറഞ്ഞാൽ നമ്മൾ ബ്ലാങ്കിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സിമ്പൽ എന്താണ്, ഈ ഒരു സിമ്പൽ അല്ലേ. അപ്പോൾ നമുക്ക് ഈ ഒരു സിമ്പലിനെ സ്റ്റോർ ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാം. സോ ഇപ്പോൾ ഞാനൊരു വേരിയബിൾ എടുക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾ യൂസ് ചെയ്തേക്കുന്ന വേരിയബിളിൻ്റെ പേര് ബ്ലാങ്ക് എന്ന് തന്നെ. എന്താണ്, ബ്ലാങ്ക്. ഓക്കെ, ആ വേരിയബിളിൻ്റെ കണ്ടൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളുടെ ബ്ലാങ്ക് സ്പേസാണ്. നമുക്ക് സി എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ക്യാരക്ടറാണ്. ആ ക്യാരക്ടർ എന്താണ്, ബ്ലാങ്ക് ആണ്. ഓക്കെ, അപ്പോൾ മനസ്സിലാവുന്നുണ്ടോ. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താണ്, ഒരു വേരിയബിളിലേക്ക് നമ്മൾ ഈ ബ്ലാങ്ക് അല്ലെങ്കിൽ ഈ ഒരു സ്പേസ് നമ്മൾ കൊടുക്കും, ബ്ലാങ്ക് എന്നുള്ളത്. ഇപ്പോൾ 10 ആണ് വേണമെങ്കിൽ 10 എന്നുള്ള വാല്യൂ കൊടുക്കുന്ന പോലെ തന്നെ ഇവിടെ നമ്മൾ കൊടുക്കുന്ന ക്യാരക്ടർ എന്താണ്, ബ്ലാങ്ക് കൊടുക്കും, ബ്ലാങ്ക്. ഓക്കെ, അപ്പോൾ എന്താ ചെയ്യുന്നത്, ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി, നമ്മളുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓരോ അറേ ലൊക്കേഷനിലും നമ്മൾ ഉള്ള വാല്യൂനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പോലെ തന്നെ സ്റ്റോർ ചെയ്താൽ മതി. ഈ ഒരു അറേ ലൊക്കേഷനിലേക്ക് നമ്മൾ സ്റ്റോർ ചെയ്യുന്ന വാല്യൂ എന്തുമായിരിക്കണം, ബ്ലാങ്കിൻ്റെ വാല്യൂ ആയിരിക്കണം. എന്തായിരിക്കണം, ബ്ലാങ്കിൻ്റെ വാല്യൂ. മനസ്സിലാവുന്നുണ്ടോ. അപ്പോൾ ഈ ഒരു പ്രോഗ്രാം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമുക്ക് വേണ്ട എന്താണ്, ഒരു അറേ വേണം. അറേ എന്ന് പറയുമ്പോൾ അറേയുടെ പേര് ഇവിടെ str1 എന്ന് വിളിച്ചു, സ്ട്രിങ് അറേ ആയതുകൊണ്ട് str1 എന്ന് വിളിച്ചു. ഇനി ഇതൊരു അറേ ആയതുകൊണ്ട് നമ്മൾ എന്താണ്, ഒരു ക്യാരക്ടർ അറേയാണ്. സോ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്, ക്യാരക്ടർ അറേക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന ഡയറക്റ്റീവ് എന്താണ്, റിസർവ് ബൈറ്റ് ആണ്, RESB ആണ്. ഇവിടെ തന്നിരിക്കുന്ന സൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്, 20 ആണ്. സോ നമ്മളതിൻ്റെ സൈസ് നമ്മൾ എന്ത് കൊടുത്തു, 20 ബൈറ്റ്സ് കൊടുത്തു. ഓക്കെ, അപ്പോൾ നമുക്ക് 20 ക്യാരക്ടേഴ്സിനെ സ്റ്റോർ ചെയ്യാനുള്ളൊരു സ്പേസ് വിത്ത് ദ നെയിം str1 നമുക്ക് ക്രിയേറ്റ് ആയി കിട്ടും. ഓക്കെ, ഇനി നമുക്ക് വേണ്ട എന്താണ്, ഓരോ ക്യാരക്ടേഴ്സിലും അല്ലെങ്കിൽ ഓരോ സ്ട്രിങ്ങിനകത്തുള്ള ഓരോ എലമെൻ്റായിട്ട് നമുക്ക് പ്ലേസ് ചെയ്യേണ്ട എന്താണ്, ബ്ലാങ്ക് ക്യാരക്ടറാണ് അല്ലെങ്കിൽ ബ്ലാങ്ക് ആണ് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു, അതിൻ്റെ പേരാണ് ബ്ലാങ്ക് എന്ന്. അവിടെ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് എന്താണ്, ഒരു ജസ്റ്റ് ലൈക്ക് നമ്മുടെ ഓരോ ആൽഫബറ്റും പോലല്ലേ ഓരോ ബ്ലാങ്ക് സ്പേസും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്തു, ബൈറ്റ് എന്നുള്ളൊരു ഡയറക്റ്റീവിൽ കൊടുത്തു. അവിടെ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് എന്താണ്, ഒരു ക്യാരക്ടർ വേരിയബിളാണ് വരാൻ പോകുന്നത് കാണിക്കാൻ വേണ്ടി C കൊടുത്തു. എന്നിട്ട് നമ്മൾ കൊടുക്കുന്ന അവിടുത്തെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ബ്ലാങ്ക് സ്പേസ്, അതായത് കോട്ട് അല്ലേ. അത് ഡബിൾ കോട്ടാവും സിംഗിൾ കോട്ടാവും, രണ്ടും ബ്ലാങ്ക് സ്പേസ് തരുന്ന കാര്യങ്ങളാണെന്ന് നമുക്കറിയാമല്ലോ. ഓക്കെ, എന്നിട്ട് അറേ ആയതുകൊണ്ട് എപ്പോഴും നമുക്ക് അറേക്ക് ഒരു ഇനീഷ്യൽ ഇൻഡെക്സും വേണം, എൻഡിങ് ഇൻഡെക്സും വേണ്ടി വരുമല്ലോ. അപ്പോൾ അറേയുടെ ഇനീഷ്യൽ ഇൻഡെക്സിന് വേണ്ടിയിട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്നത് എന്താണ്, 0 എന്നുള്ളൊരു വേരിയബിളാണ്. അതിൻ്റെ വാല്യൂ ഒരു നമ്പറാണ്, ആ നമ്പർ എന്താണ്, 0 ആണ് അല്ലേ. ഇനി നമ്മൾ നോക്കിക്കേ, ഇനി അറേക്ക് മാക്സിമം ഇൻഡെക്സ് എന്ന് പറയുന്നത് എവിടം വരെ പോകാം, 20 വരെ പോകാം. അതായത് നമ്മൾ ലെസ് ദാൻ കണ്ടീഷൻ വെച്ചിട്ടാണ് ചെക്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ രണ്ടാമത്തെ അപ്പർ ബൗണ്ടായിട്ട് നമ്മൾ 20 എന്നുള്ള വാല്യൂ എടുത്തിരിക്കുന്നത്. സോ അതിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന വേരിയബിളിൻ്റെ പേരാണ് 20. ഓക്കെ, അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം. ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്തേക്കുന്നത് ഇതുപോലെ അറേ നമ്മൾ ഇതുവരെ പഠിച്ചിട്ടില്ലാത്തതുകൊണ്ടാണ് ഞാൻ ആദ്യം തൊട്ട് പറയുന്നത്. സോ ഇവിടെ നമ്മൾ നോക്കിക്കേ, നമ്മുടെ ക്വസ്റ്റിനകത്ത് തന്നെ തന്നിട്ടുണ്ട് വി ആർ ക്രിയേറ്റിംഗ് ആൻ അറേ. എന്നിട്ട് എന്താണ്, ഒരു അറേ എന്ന് പറഞ്ഞാൽ എന്താണ്, ക്യാരക്ടർ അറേ ആണ്. ആ ക്യാരക്ടർ അറേയിലേക്ക് നമ്മൾ സ്റ്റോർ ചെയ്യുന്ന എന്താണ്, ബ്ലാങ്ക് സ്പേസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഫില്ല് ചെയ്യണം. ആ ക്യാരക്ടർ അറേക്കകത്ത് എന്തെങ്കിലും എലമെൻറ്റ്സ് വന്നിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് ചെയ്യണം, ബ്ലാങ്ക് സ്പേസ് വെച്ച് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇവിടെ ഒരു അറേ വേണം. അറേ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഡയറക്റ്റീവ് എന്താണ്, റിസർവ് ബൈറ്റ് ആണ്. അപ്പോൾ അറേക്ക് ഒരു പേര് കൊടുത്തു. അറേയുടെ പേരെന്താണ്, string 1 എന്നോ ഇഷ്ടമുള്ള പേര് കൊടുക്കാം. str1 എന്നാണ് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ യൂസ് ചെയ്തേക്കുന്നത്, അതുകൊണ്ട് നമ്മളിവിടെ അത് തന്നെ ചെയ്യുന്നേ ഉള്ളൂ. അതിൻ്റെ സൈസ് മസ്റ്റാണ്. അപ്പം അറേയുടെ പേര് റിസർവ് ബൈറ്റ് എന്നുള്ള ഡയറക്റ്റീവ് ഫോളോഡ് ബൈ അറേയുടെ സൈസ് എത്രയാണോ വേണ്ടത് അത് നമ്മൾ മെൻഷൻ ചെയ്യുക. ഓക്കെ, എന്നിട്ട് നമുക്കിവിടെ വേണ്ട എന്താണ്, ഓരോ ക്യാരക്ടറിനെയും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട ക്യാരക്ടർ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്, അറേക്കകത്തുള്ള ഓരോ ക്യാരക്ടറിനെയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് എന്ത് വെച്ചിട്ടാണ്, ബ്ലാങ്ക് സ്പേസ് വെച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ബ്ലാങ്ക് സ്പേസിനെ ഒരു വേരിയബിളിലാക്കിയിട്ട് നമുക്ക് സ്റ്റോർ ചെയ്ത് മാറ്റാം. സോ ബ്ലാങ്ക് അതൊരു സിംഗിൾ ബൈറ്റാണ്, ഒരു സിംഗിൾ ക്യാരക്ടറാണ്. ക്യാരക്ടർ എന്ന് കാണിക്കാൻ വേണ്ടി C കൊടുത്തു. അതിനുശേഷം നമ്മൾ കൊടുക്കുന്ന വാല്യൂ എന്താണ്, കോട്ട് മാത്രം കൊടുത്താൽ മതി. സോ കോട്ടിനകത്ത് ഒന്നും എഴുതിയില്ലെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ്, അത് ഒരു ബ്ലാങ്ക് സ്പേസ് ആണല്ലോ. ഇനി അറേ വരുന്ന സമയത്ത് നമ്മൾ ഉറപ്പായിട്ട് ചെയ്യേണ്ട കാര്യമാണ്,
സിക്കിലാണെങ്കിൽ അതിൻ്റെ ലോവർ ബൗണ്ട് 0യും അപ്പർ ബൗണ്ടും നമ്മൾ സെറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ലോവർ ബൗണ്ട് 0 ആയതുകൊണ്ട് അതറിയാൻ വേണ്ടി യൂസ് ചെയ്ത വേരിയബിളിൻ്റെ പേരിനെ 0 എന്ന് വിളിച്ചതേ ഉള്ളൂ. അതൊരിക്കലും നിർബന്ധമല്ല 0 എന്ന് തന്നെ വിളിക്കണമെന്ന്. പക്ഷേ വാല്യൂ എന്തായിരിക്കണം? 0 ആയിരിക്കണം. ഓക്കെ, ഇവിടെ നമുക്ക് വേണമെങ്കിൽ അതിനെ കെന്നോ എക്സെന്നോ വൈന്നോ ഇഷ്ടമുള്ള പേര് വിളിക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്തേക്കുന്ന വേരിയബിളിൻ്റെ പേര് എന്താണ്? 0 എന്നാണ്. അതൊരു നമ്പർ ആയതുകൊണ്ട് വേർഡ് എന്ന് പറഞ്ഞു കൊടുത്തു. സോ 20 ആണ് അതിൻ്റെ മാക്സിമം ലിമിറ്റ്. അപ്പോൾ അതിനെ നമ്മളെന്ത് കൊടുത്തു? വേർഡ് എന്നുള്ള നമ്പറാണ്. സോ വേർഡ് 20 കൊടുത്തു. കുഴപ്പമില്ലല്ലോ. ഇനി എൻഡ് ചെയ്യാനുള്ള സെക്ഷൻ. ഇനി ശരിക്കും നമ്മുടെ പ്രോഗ്രാമിലോട്ട് നമ്മൾ കയറുന്ന സമയത്ത് നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താണ്? ലോഡ് എക്സ് 0. എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഇൻഡെക്സിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന രജിസ്റ്റർ ആണെന്ന് പറഞ്ഞു എക്സ്. അപ്പോൾ അതിലേക്ക് നമ്മൾ എടുക്കുന്ന ഇനീഷ്യൽ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? 0 ആണ്. ഓക്കെ, അപ്പോൾ ലോഡ് എക്സ് 0 എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സിലേക്ക് നമ്മൾ കൊടുക്കുന്നത് ഏതാണ്? 0 എന്നുള്ള വേരിയബിൾ. ഓക്കെ, ലോഡ് എക്സ് 0. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ഈ ഒരു ബ്ലാങ്ക് സ്പേസിലുള്ള, അതായത് നമ്മുടെ ഈ ബ്ലാങ്ക് സ്പേസിലുള്ള ക്യാരക്ടറിനെ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ക്യാരക്ടറിലേക്ക് നമ്മൾ ലോഡ് ചെയ്യും. അക്യുമുലേറ്ററിലേക്ക് നമ്മൾ എന്ത് ചെയ്യും? ലോഡ് ചെയ്യും. സോ ലോഡ് CH ബ്ലാങ്ക്. ഓക്കെ എന്ന് പറയുമ്പോഴേക്കും എന്താ സംഭവിക്കുന്നത്? നമ്മുടെ അക്യുമുലേറ്ററിലേക്ക് എന്ത് വരും? ബ്ലാങ്ക് ക്യാരക്ടർ വരും. അക്യുമുലേറ്ററിലേക്ക് വരുന്ന ക്യാരക്ടർ എന്താണ്? ബ്ലാങ്ക് ക്യാരക്ടറാണ്. എന്തിനാണ് അക്യുമുലേറ്ററിലേക്ക് ബ്ലാങ്ക് ക്യാരക്ടറിനെ കൊണ്ടുവച്ചേക്കുന്നത്? നമുക്ക് ആ വാല്യൂ വേണം എടുത്ത് എങ്ങോട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്? നമ്മളുടെ സ്ട്രിങ്ങിലേക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലേ? ഓക്കെ, സ്ട്രിങ്ങിൻ്റെ കറസ്പോണ്ടിങ് പൊസിഷനിലേക്ക് നമുക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ആദ്യം എന്ത് ചെയ്തു? നമ്മൾ ഇൻഡെക്സ് 0 ആക്കി സെറ്റ് ചെയ്ത് വെച്ചു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു? നമ്മൾക്ക് ഏതാണോ നമുക്ക് സ്റ്റോർ ചെയ്യാനുള്ള വാല്യൂ അത് അക്യുമുലേറ്ററിലേക്ക് കൊണ്ടുവച്ചു. ഇവിടെ സ്റ്റോർ ചെയ്യാനുള്ള ഇവിടുത്തെ ലോഡ് ചെയ്യാനുള്ള വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? അക്യുമുലേറ്ററിലേക്ക് നമുക്ക് ലോഡ് ചെയ്യാനുള്ള വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്ലാങ്ക് ക്യാരക്ടറാണ്, അല്ലേ? ബ്ലാങ്ക് ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഒരു വേരിയബിളിൻ്റെ കണ്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഇതിനകത്തോട്ട് അക്യുമുലേറ്ററിലേക്ക് നമ്മൾ എന്ത് ലോഡ് ചെയ്തു? ബ്ലാങ്ക് ക്യാരക്ടറിനെ ലോഡ് ചെയ്തു. ഓക്കെ, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ഈ ലോഡ് ചെയ്ത ക്യാരക്ടറിനെ നമുക്ക് എന്ത് ചെയ്യണം? നമ്മുടെ സ്ട്രിങ്ങിലേക്ക് സ്റ്റോർ ചെയ്യണം. സോ സ്ട്രിങ്ങിനെ യൂസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? സ്ട്രിങ്ങിൻ്റെ പേര്, അതിൻ്റെ ഇൻഡെക്സ്. സ്ട്രിങ്ങിൻ്റെ പേര് എന്താണ്? str1 എന്നാണ്. ഇപ്പോൾ അതിന് ഇൻഡെക്സ് എന്താണ്? 0. സോ സ്ട്രിങ് ഓഫ് 0യിലേക്ക് സ്ട്രിങ് ഓഫ് 1, അതായത് സ്ട്രിങ് 1 എന്നുള്ള ഈ ഒരു സ്ട്രിങ്ങിൻ്റെ എന്താണ്? ഏത് ഇൻഡെക്സിലേക്ക്? 0th ഇൻഡെക്സിലേക്ക് നമ്മൾ സ്റ്റോർ ചെയ്യാൻ പോവാണ്. എന്ത് സ്റ്റോർ ചെയ്യാൻ പോവാണ്? അക്യുമുലേറ്ററിൻ്റെ കണ്ടന്റ് സ്റ്റോർ ചെയ്യാൻ പോവാണ്. അതെന്താണ്? ഒരു ക്യാരക്ടറാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? stch എന്നേ കൊടുക്കാൻ പാടുള്ളൂ, അല്ലേ? അതായത് സ്റ്റോർ ക്യാരക്ടർ, അതിൻ്റെ നൊട്ടേഷനാണ് stch. എന്താ കൊടുത്തേക്കുന്നത്? stch എന്ന് പറയുമ്പോഴേക്കും നമ്മൾ സ്റ്റോർ ചെയ്യുവാണ്. എങ്ങോട്ട് സ്റ്റോർ ചെയ്യുവാണ്? നമ്മുടെ സ്ട്രിങ് 1 എന്നുള്ള നമ്മുടെ സ്ട്രിങ്ങിൻ്റെ എത്രാമത്തെ ഇൻഡെക്സിലേക്ക്? നമ്മുടെ 0th ഇൻഡെക്സിലേക്ക് നമ്മളിപ്പോൾ എന്ത് ചെയ്തു? അക്യുമുലേറ്ററിലെ കണ്ടന്റ് സ്റ്റോർ ചെയ്തു. അപ്പോൾ അക്യുമുലേറ്ററിലെ കണ്ടന്റ് ഇപ്പോൾ എന്തായി മാറി? ബ്ലാങ്ക് ആയി മാറി. എന്തായി മാറി? ബ്ലാങ്ക് ആയി മാറി. മനസ്സിലാവുന്നുണ്ടോ? എന്നിട്ട് നമുക്കിനി എന്ത് ചെയ്യണം? അടുത്ത ഇൻഡെക്സിലോട്ട് അപ്ഡേറ്റ് ചെയ്യണം. അപ്പോൾ ഈ ഇൻഡെക്സ് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു ഡയറക്റ്റീവ് ഉണ്ട്, ദാറ്റ് ഇസ് TIX. എന്താണ്? TIX എന്ന് പറയും. TIX എന്ന് പറഞ്ഞാൽ അതിനൊരു എക്സ്പാൻഷൻ ഉണ്ട്, ദാറ്റ് ഇസ് ടെസ്റ്റ് ആൻഡ് ഇൻക്രിമെൻറ്റ് ഇൻഡെക്സ്. ഓക്കെ, സോ TIX എന്ന് പറഞ്ഞാൽ എന്താണ്? ടെസ്റ്റ് ആൻഡ് ഇൻക്രിമെൻറ്റ് എക്സ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ഇൻഡെക്സ് വാല്യൂവിനെ ടെസ്റ്റ് ചെയ്ത് ഇൻക്രിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ടിക്സ് എന്നുള്ളൊരു ഡയറക്റ്റീവ് യൂസ് ചെയ്യുന്നത്. കുഴപ്പമില്ലല്ലോ. അപ്പോൾ ടിക്സ് നമ്മൾ എന്ത് ചെയ്യുവാണ്? അതിന് ശേഷം നമുക്കൊരു കണ്ടീഷൻ കൊടുക്കാം. ആ കണ്ടീഷൻ കൊടുക്കുവാണെങ്കിൽ അത് ലെസ് ദാൻ ആ ഒരു വാല്യൂ വരുന്നത് വരെ എന്ത് ചെയ്യും? ഈ ഒരു അപ്ഡേഷനിലുള്ള ഇൻഡെക്സ് വാല്യൂവിനെ ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. സോ നമ്മുടെ ഇൻഡെക്സ് വാല്യൂ ലെസ് ദാൻ 20 ആകുന്നത് വരെ എന്ത് ചെയ്യാൻ പറ്റും? വർക്ക് ചെയ്യാൻ വേണ്ടി നമ്മളെ ആര് ഹെൽപ്പ് ചെയ്യും? ഈ ടിക്സ് ഹെൽപ്പ് ചെയ്യും. ടെസ്റ്റ് ആൻഡ് ഇൻക്രിമെൻറ്റ് എക്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്നത് എന്താണ്? എക്സിൻ്റെ വാല്യൂ ഒന്ന് ഇൻക്രിമെൻ്റ് ആവും. എക്സിൻ്റെ വാല്യൂ ഇപ്പോൾ എന്താണ്? 0 ആണ്. ആ 0 എന്നുള്ള വാല്യൂ ഒന്ന് ഇൻക്രിമെൻ്റ് ആകുമ്പോഴേക്കും എന്തായി മാറും? 1 ആയി മാറും. സോ നമ്മുടെ ഫസ്റ്റ് ഇൻഡെക്സിലേക്ക് എത്തും. അതിനെ നമ്മൾ എന്തുമായിട്ട് കമ്പയർ ചെയ്യും? 20 ആയിട്ട് കമ്പയർ ചെയ്യും. ഈ 1 എന്ന വാല്യൂ ഈസ് കമ്പയർഡ് വിത്ത് 20. 20യിലുള്ള വാല്യൂ ആക്ച്വലി ന്യൂമറിക്കൽ 20 അല്ലേ? അപ്പോൾ 1 ഈസ് ലെസ് ദാൻ 20 ആണ്. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുന്നത് എന്താണ്? ജംപ് ഈഫ് ലെസ് ദാൻ, അതായത് ഈ കണ്ടീഷൻ ലെസ് ദാൻ കണ്ടീഷൻ മീറ്റ് ചെയ്യുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ പറഞ്ഞു? ലൂപ്പിലേക്ക് പോകാൻ പറഞ്ഞു. ലൂപ്പ് എന്ന് പറഞ്ഞാൽ എവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഇവിടുന്ന്, അല്ലേ? അപ്പോൾ അവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്കും കാണുന്നത് എന്താണ്? സ്റ്റോർ CH string 1, x എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ അക്യുമുലേറ്ററിലെ കണ്ടൻറ്റ്, ദാറ്റ് ഈസ് ബ്ലാങ്കിനെ എടുത്ത് എങ്ങോട്ടേക്ക് വെക്കാൻ പറയുവാണ്? നമ്മുടെ സ്ട്രിങ് 1ൽ ഏത് ലൊക്കേഷനിലേക്ക്? ഇപ്പോഴത്തെ എക്സിൻ്റെ ലൊക്കേഷൻ. ഇപ്പോഴത്തെ എക്സിൻ്റെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ആണ്. അവിടേക്ക് അപ്പോൾ ഏത് സ്പേസ് വരും? ബ്ലാങ്ക് സ്പേസ് വരും. മനസ്സിലാവുന്നുണ്ടോ? അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ എന്ത് ചെയ്യും? ഈ ഒരു ടിക്സ് വർക്ക് ചെയ്യും. ടിക്സ് വർക്ക് ചെയ്യുന്ന സമയത്ത് എക്സിൻ്റെ വാല്യൂ ഒന്ന് ഇൻക്രിമെൻ്റ് ആവും. 1 മാറിയത് എന്തായി മാറും? 2 ആയി മാറും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ടെസ്റ്റ് ചെയ്യും. എന്താണ്? 2 ലെസ് ദാൻ 20 ആണെന്ന് നോക്കും. അപ്പോൾ ഈ ലെസ് ദാൻ കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ലൂപ്പ് ചെയ്യാൻ പറഞ്ഞേക്കാം. ലൂപ്പ് ചെയ്യണമെന്ന് പറയുമ്പോഴേക്കും നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? വീണ്ടും stch എങ്ങോട്ടാണ് കൊടുക്കുന്നത്? string 1 of x. ഇപ്പോഴത്തെ string 1ൻ്റെ ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? 2 ആണ്. ആ 2ലേക്ക് നമ്മൾ സ്റ്റോർ ചെയ്യുന്ന വാല്യൂ എന്തായിരിക്കും? ബ്ലാങ്ക് സ്പേസ് ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് വീണ്ടും എന്ത് ചെയ്യും? നമ്മൾ ഈ എക്സിൻ്റെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്യും. എക്സിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻ എന്താണ്? ടിക്സ് ആണ്. സോ ടിക്സ് എവിടം വരെയാണ് പോകുന്നത്? 20 വരെ.
അപ്പോൾ 2 മാറി എക്സിൻ്റെ വാല്യൂ എന്തായി മാറും? ടിക്സ് കാണുമ്പോൾ ആദ്യം ഇൻക്രിമെൻറ്റാണ് നടക്കുക. സോ എക്സിൻ്റെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്ത് എന്തായി മാറും? 3 ആയി മാറും. എന്നിട്ട് ദെൻ വി വിൽ ബി ചെക്കിങ് ഇറ്റ് വിത്ത് 20. ഓക്കെ, സോ ടെസ്റ്റ് ചെയ്യുന്നത് എന്താണ്? 3 ലെസ് ദാൻ 20 ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ജംപ് ലെസ് ദാൻ കണ്ടീഷനിലോട്ട് വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ലൂപ്പ് ചെയ്ത് ആ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇൻഡെക്സ് പൊസിഷനിലേക്ക്, അതായത് നമ്മുടെ സ്ട്രിങ് 1ൻ്റെ 3rd ഇൻഡെക്സിലേക്ക് നമ്മൾ എന്ത് ചെയ്യും? വീണ്ടും ബ്ലാങ്ക് സ്പേസ് കോപ്പി ചെയ്യും. സോ ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. എപ്പോഴാണോ എക്സിൻ്റെ വാല്യൂ 20 ആവുന്നത് ആ സമയത്ത് എന്താണ്? ലെസ് ദാൻ കണ്ടീഷൻ മീറ്റ് ചെയ്യത്തില്ല. സോ നമ്മൾ ജമ്പ് ചെയ്യത്തില്ല, നമ്മൾ എന്ത് ചെയ്യും? നേരെ എക്സിറ്റ് ചെയ്ത് പുറത്തേക്ക് വരും. ഓക്കെ, അപ്പോൾ ഇതാണ് നോർമൽ സിക് കോഡ് എന്ന് പറയുന്നത്. അതിൽ ചെറിയ ഓൾട്രേഷൻസ് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ സാധാരണ 2 മെമ്മറി ലൊക്കേഷൻസ് ക്രിയേറ്റ് ചെയ്തിട്ട് ഇൻഡെക്സ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് പകരമായിട്ട് നമുക്ക് ഡയറക്റ്റായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? വാല്യൂസിനെ എവിടെ യൂസ് ചെയ്യാൻ പറ്റും? സിഗ്ബാർ എക്സിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അല്ലേ? അപ്പം പ്രോഗ്രാം നോക്കുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു? സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്കറിയാം ഇൻഡെക്സ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഒരു രജിസ്റ്റർ വേണം. അതേപോലെ തന്നെ നമ്മളുടെ മാക്സിമം ഇൻഡെക്സ് വാല്യൂ ഹോൾഡ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു ലൊക്കേഷൻ വേണം. സോ അതിന് വേണ്ടിയിട്ട് എക്സും എസും യൂസ് ചെയ്തു. ഇഷ്ടമുള്ള ഏത് രജിസ്റ്റർ വേണമെങ്കിലും യൂസ് ചെയ്യാമേ. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മളുടെ അക്യുമുലേറ്ററിലേക്ക് നമ്മൾ എന്ത് ചെയ്യും? ഈ ഹാർഡ് സീറോ എന്ന് പറഞ്ഞാൽ ഒരു ക്ലിയറിങ് കോൺസെപ്റ്റാണ് കേട്ടോ. അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യും? ഒരു അതായത് ഹാർഡ് സീറോ, അതായത് ക്ലിയർ വാല്യൂ നമ്മൾ സ്റ്റോർ ചെയ്ത് വയ്ക്കും. എന്നിട്ട് നമ്മൾ ചെയ്യുന്നത് എന്താ? നേരത്തെ പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യും? സ്റ്റോർ ചെയ്യും. ഒരു ക്യാരക്ടർ സ്റ്റോർ ചെയ്യും. എങ്ങോട്ടേക്കാണ്? സ്ട്രിങ്ങിലേക്ക് സ്റ്റോർ ചെയ്യും. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്താണ്? 0 ആണ് അല്ലേ? അപ്പോൾ സ്ട്രിങ് ഓഫ് 0യിലേക്ക് നമ്മൾ എന്ത് ചെയ്യും? ആദ്യത്തെ സ്പേസ് വാല്യൂ നമ്മൾ സ്റ്റോർ ചെയ്ത് വയ്ക്കും. എന്നിട്ട് നമ്മളെന്താണ്? രജിസ്റ്റർ സ്പേസിൽ വർക്ക് ചെയ്യുന്നതാണ് ഇൻക്രിമെൻറ്റ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ അവിടെ നമ്മൾ ചെക്ക് ചെയ്യുന്നത് ആരുടെ വാല്യൂ ആയിട്ടായിരിക്കും? എസ്സുമായിട്ടായിരിക്കും നമ്മൾ എന്ത് ചെക്ക് ചെയ്യുന്നത്? ടിക്സ് ആർ, അതായത് രജിസ്റ്റർ മോഡിൽ നമുക്ക് ചെക്ക് ചെയ്യണം. ആരെയൊക്കെ തമ്മിലാണ് ചെക്ക് ചെയ്യേണ്ടത്? നമ്മുടെ കയ്യിലുള്ള വാല്യൂ എന്തായിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. എസ് ആയിട്ടുണ്ടോ? എസ് എന്ന് പറഞ്ഞാൽ എസ്സിൽ സ്റ്റോർ ചെയ്തേക്കുന്നത് എന്താണ്? ന്യൂമറിക്കൽ വാല്യൂ ആണ്. കണ്ടോ? ലോഡ് എസ് അല്ലേ നമ്മൾ കൊടുത്തേക്കുന്നത്. അപ്പോൾ എസ്സിലേക്ക് ലോഡാവുന്ന വാല്യൂ എന്താണ്? 20. ഇപ്പോൾ 20 ആയോ? ഓരോ തവണ ഇൻക്രിമെൻറ്റ് ചെയ്യുമ്പോഴും 20 ആണോ എന്ന് ചെക്ക് ചെയ്യും. അപ്പോൾ ലെസ് ദാൻ കണ്ടീഷൻ മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? വീണ്ടും സ്റ്റോർ ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷൻ കൊടുക്കും. വളരെ ചെറിയ ചേഞ്ചസ് ഉള്ള സിക്കും സിഗ്ബാർ എക്സിയും തമ്മിൽ തെറ്റിക്കരുത്. അത് കഴിഞ്ഞിട്ട് പിന്നെയും എന്ത് ചെയ്യും? ടിക്സ് വർക്ക് ചെയ്യും. ടിക്സ് വർക്ക് ചെയ്യുന്ന സമയത്ത് ഇൻക്രിമെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെസ്റ്റ് ആൻഡ് ഇൻക്രിമെൻ്റ് ആണ്. സോ നമ്മൾ എന്ത് ചെയ്യും? എക്സിൻ്റെ വാല്യൂ ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്യും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ടെസ്റ്റ് ചെയ്യും വിത്ത് ദ വാല്യൂ എന്ത്? എസ്സിലുള്ള വാല്യൂ എന്താണ്? 20. സോ അറേയുടെ മാക്സിമം ലിമിറ്റ് ഇരിക്കുന്നത് ഇപ്പോൾ എവിടെയാണ്? എസ്സിലാണ്. സോ ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. എപ്പോൾ വരെയാണ്? വെനെവർ വി ആർ ഗെറ്റിംഗ് എന്താണ്? വാല്യൂ ഇൻ എക്സ് ആസ് 20 ആയിട്ട് കിട്ടുന്ന സമയത്ത് ജമ്പ് ഓൺ ലെസ് ദാൻ വർക്ക് ചെയ്യത്തില്ല. സോ വി വിൽ എക്സിറ്റ് ഫ്രം ദ ലൂപ്പ്. ഓക്കെ, സോ അപ്പോൾ നമ്മൾ ഫുൾ എലമെൻസിനെ നമ്മൾ ട്രാവേഴ്സ് ചെയ്ത് കഴിഞ്ഞു. എന്നിട്ട് ഫൈനലി നമുക്കിവിടെ വേണ്ടി വന്ന എന്താണ്? ഒരു അറേ ക്രിയേറ്റ് ചെയ്യണമായിരുന്നു, സ്ട്രിങ് അറേ. അതിന് വേണ്ടിയിട്ട് സ്ട്രിങ്ങിൻ്റെ പേര് കൊടുത്തു, റിസർവ് ബൈറ്റ് കൊടുത്തു, 20 കൊടുത്തു. ഓക്കെ, വളരെ സിമ്പിളായിട്ടുള്ള പ്രോഗ്രാമാണ്. ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കിട്ടുന്ന പ്രോഗ്രാംസാണ്.